ചെസ്റ്റ് എക്സ്റേ എടുക്കുന്ന സമയത്ത് നമുക്ക് ടി ബി ലീഷൻസ് ചെസ്റ്റ് എക്സ്റേയിൽ അതിൻ്റെ ചേഞ്ചസ് കാണാനായിട്ട് സാധിക്കും. അത് ഞാൻ പറഞ്ഞ പോലെ പ്ലൂരൽ എഫ്യൂഷൻ ആണെങ്കിലും കഫം പോസിറ്റീവായിട്ട് വരുന്ന ടി ബി ആണെങ്കിലും രണ്ടിലും നമുക്ക് ചെസ്റ്റ് എക്സ്റേയിൽ ചേഞ്ചസ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് കഫം പോസിറ്റീവ് ആവണം എന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ കഫം പോസിറ്റീവ് അല്ലാത്ത ഒരു പേഷ്യൻറ്റിന് നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ബ്രോങ്കോസ്കോപ്പി. അപ്പോൾ ബ്രോങ്കോസ്കോപ്പി കഫം നമ്മൾ ഈ പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ ടി ബി ടെസ്റ്റിന് വിടുന്ന പോലെ തന്നെ നമ്മൾ കൾച്ചറിനും വിടും. അതായത് വേറെ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കഫം കൾച്ചറിനും വിടും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ, അതായത് ഒരു ടെസ്റ്റാണ് ബ്രോങ്കോസ്കോപ്പി. നമ്മൾ ബ്രോങ്കോസ്കോപ്പി എന്തിനാണ് ട്യൂബർകുലോസിസ് സസ്പെക്ട് ചെയ്യുന്ന പേഷ്യൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഫം പരിശോധിക്കാൻ വിടുന്ന സമയത്ത് റിപ്പോർട്ട് നെഗറ്റീവായിട്ട് വരികയാണ്. എന്നാൽ നമ്മൾ CT എടുക്കുമ്പോഴോ എക്സ്റേ എടുക്കുന്ന സമയത്തോ നമ്മൾ TB സസ്പെക്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ TB പോലെ തന്നെയാണ് അതിനകത്തിലെ ചേഞ്ചസ് എങ്കിൽ നമ്മൾ ബ്രോങ്കോസ്കോപ്പി ചെയ്യും. അത് കൺഫർമേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രോങ്കോസ്കോപ്പി ചെയ്യുന്നത്. ബ്രോങ്കോസ്കോപ്പി ചെയ്തിട്ട് നമ്മൾ ബാൽ വാഷിങ്സ് എന്ന് പറയും, അതായത് നമ്മൾ ശ്വാസകോശത്തിൻ്റെ ഉള്ളിൽ നിന്ന് സാമ്പിൾ നേരിട്ടെടുക്കുന്നത് തന്നെയാണ് നമ്മൾ